എന്നാലും എന്റെ ഹരിയേട്ടാ, ഒരു പട്ടാളക്കാരൻ പറയുമ്പോ കുറഞ്ഞ പക്ഷം മുടി പറ്റ വെട്ടി ക്ലീൻ ഷേവ് ചെയ്ത് മീശ പിരിച്ച് കുറച്ച് മസിലൊക്കെ പിടിച്ച് നടക്കണം. ഇതിപ്പോ പട്ടാളത്തിലാന്ന് പറഞ്ഞാ നാട്ടുകാര് വിശ്വസിക്കണ്ടേ? നാട്ടുകാര് വിശ്വസിക്കണ്ട, നിനക്ക് സംശയമൊന്നുമില്ലല്ലോ. എന്റെ പൊന്നു മോളെ, ഇന്നല്ലെങ്കിൽ നാളെ എന്നും പറഞ്ഞ് ഈ ബോർഡറിൽ പോയി കിടക്കുന്നതിന്റെ ഏക ഗുണം ഇങ്ങനെ തോന്നിയ പോലെ നടക്കാന്നുള്ളതാ. വല്ല സമാധാന മേഖലയിലേക്കും ട്രാൻസ്ഫർ ആയാലേ നീ പറഞ്ഞ പോലെ വഴുവഴാന്ന് ഷേവും ചെയ്ത് വടി പോലെ തേച്ച യൂണിഫോം ഇട്ട് ഏറാ മൂളി നിൽക്കണം. അതുകൊണ്ട് അതുവരെയെങ്കിലും ഞാൻ താടി മുടിയൊക്കെ വളർത്തി സുന്ദരനായിട്ടിരിക്കട്ടെ. സുന്ദരനായിട്ട് വെറുതെ അങ്ങനെ ഇരിക്കണ്ട. 5-6 ഫോട്ടോ എടുത്ത് നാട്ടിലെ ബ്രോക്കർമാരെ ഏൽപ്പിച്ചേക്ക്. ആവശ്യം വരും. കാരണം എന്നെ എത്രയും പെട്ടെന്ന് വേറെ കെട്ടിച്ചു വിടുന്ന എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ട്. നിന്റെ ഈ തമാശ എനിക്ക് തീരെ അങ്ങോട്ട് സൂചിച്ചില്ല കേട്ടോ. തമാശയല്ല ഹരിയേട്ടാ, കഴിഞ്ഞ കത്തിൽ ഞാൻ എഴുതിയിരുന്നതല്ലേ, വീട്ടിൽ ഇഷ്ടം പോലെ ആലോചനകൾ തകൃതിയായിട്ട് നടക്കുന്നുണ്ടെന്ന്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്തൊക്കെയോ ആലോചിച്ച് ഉറപ്പിച്ച മട്ടിലാ അച്ഛൻ.